കരീബ് സാഹിബിനെ അറിയാത്തവര് ഈ നാട്ടിലില്ല. കള്ളക്കടത്തുകാരെ പഴയ ഡോണാണ്. മൂപ്പര് കീഴിൽ പണിയെടുത്തവരാണ് ഇപ്പൊ പൊന്തി വന്നവരെല്ലാം. നാട് ഉറപ്പിക്കുന്ന മജീദ് ഖാൻ വരെ ഇന്ത്യയിലുള്ള സകല ഭാഷ അറിയും മൂപ്പർക്ക്. മലയാളം നല്ല മണി പോലെ പറയും. ഇതിനപ്പുറത്താ മൂപ്പര സ്ഥലം. പക്ഷെ നമ്മൾ അങ്ങോട്ടില്ല. അതെന്താ? ഇങ്ങക്ക് അറിയില്ലെന്ന് മജീദ് ഖാനും സാഹിബും തമ്മിലുള്ള കുടിപ്പക. അവരുടെ ആളുകൾ തമ്മിലാ ഇവിടെ നടത്തുന്ന കൊല്ലിയും ദിവസവും. അതുകൊണ്ട് നമുക്കെന്താ? നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. മജീദ് ഖാന്റെ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ലൊട്ടലൊടുക്ക സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. കരീബ് സാഹിബിന്റെ അവിടെ നമ്മളെ കണ്ടാ പിന്നെ കച്ചവടത്തിന് സാധനം തരൂല എന്ന് മാത്രമല്ല, മുത്തുമോനെ തല ചിലപ്പോ കണ്ടില്ലാന്ന്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. നമ്മൾ പോട്ടെ, കുറച്ച് തിരക്കിട്ട്. അതുകൊണ്ട് Let's go, Sano. താഹിർ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇത് കേറില്ല. Oh, come on, Sano. No. Okay, then I'll see you later. Bye. Bye. നിങ്ങളിവിടെ? ആരാ ആ മോട്ടോർ സൈക്കിളിൽ പോയ ആള്? അതെന്റെ കൂടെ പഠിക്കുന്നതാ. ഇവിടെയാണോ പഠിപ്പ്? അല്ല, ഞങ്ങളിവിടെ വെറുതെ. എന്താ കുട്ടി, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടാ? അയ്യോ ഇക്ക വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. നോക്കൂ, വാപ്പയോട് ഇതൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. സാബ് പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ. തനിക്ക് ഞങ്ങളോട് ജോലി ചെയ്യാൻ സമ്മതമാണോ? എന്താണ് ആലോചിക്കുന്നത്? നാട്ടിലെ എന്റെ കുടുംബത്തെ. താൻ എന്ത് നിശ്ചയിച്ചു? ഞാൻ എന്ത് ജോലിയും ചെയ്യാം. പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്ത് വൃത്തികെട്ട ജോലിയും ഞാൻ ചെയ്യാം. ഐ വാണ്ട് മണി. ഈ കത്ത് വന്നിട്ട് ഒരാഴ്ചയായി. ഇക്കാനെ കാണാഞ്ഞിട്ട് എന്നും ബാപ്പ ചോദിക്കും. പ്രിയപ്പെട്ട ദേവന്, താൻ അയക്കുന്ന കാശ് കൊണ്ട് വീട്ടിലെ കാര്യം ഭംഗിയായി നടക്കുന്നു. അറുമുഖൻ മുതലാളിയുമായുള്ള കേസിലേക്ക് വക്കീൽ ഫീസ് 1000 രൂപ ഉടനെ അയച്ചു തന്നില്ലെങ്കിൽ കുഴയും. ഇവിടെ അച്ഛൻ ഇപ്പോഴും അതേ കിടപ്പിൽ തന്നെയാണ്. ബാക്കി എല്ലാവർക്കും സുഖം. സസ്നേഹം, ഉണ്ണികൃഷ്ണൻ. ആരുടെ കത്ത്? അളിയന്റെയാ? അതെ. അല്ല, ദേവനോ? നിങ്ങളെപ്പോഴേ വന്നത്? കുറച്ചേരായി. കുഞ്ഞാലിക്ക് കണ്ടിട്ട് പോകാന്ന് കരുതിയിരുന്ന. ഇപ്പോഴെവിടാ കിടത്തം? ഓഫീസില്. ആള് നന്നാവുമ്പോ നമ്മളൊന്നും മറന്നാളേ ചേട്ടാ. ഇടയ്ക്കൊക്കെ ബൈക്ക് വരണേ. ഞാൻ ആരെയും മറക്കില്ല കുഞ്ഞാലിക്ക. അതാ മനുഷ്യന്റെ സ്ഥിതി. നിങ്ങളെ ജയിലേക്ക് ഞമ്മളെ കൂടെ വന്ന പലരെയും നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ട്. മുഖം തിരിച്ചു നടന്നോളേ, അതാ അനുഭവം. ഞാനങ്ങനെ ആവില്ല. നിങ്ങൾക്ക് പടച്ചോൻ ഗുണം വരുത്തട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സൈനുവിന്റെ കാര്യമാണ്. ഇടയ്ക്ക് വിട്ടുപോയാലും സൈനവയുടെ കല്യാണം എന്നെ അറിയിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരും. ഓ അല്ലാ, അത് പിന്നെ അറിയിക്കാതിരിക്കുവോ? അല്ല, ചോദിക്കാൻ വിട്ടുപോയി. എന്താ അങ്ങക്ക് പണി?
Got matches? Sorry, it's in the bag. എന്നെ ശ്രദ്ധിക്കരുത്. നാളെ രാത്രി 11 മണിക്ക് ബാൻഡ് സ്റ്റാൻഡിനടുത്ത് സീഹിൾ എന്ന ബോട്ടിൽ ഇതെത്തിക്കണം. Okay then. രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. Take the money, give the bag. Don't be cheated. गुड मॉर्निंग. Good morning. अगर पैसा लाया हो तो माल मेरा पास है. Don't move. Come out. സർ, ഇവൻ കരി സാഹിബിന്റെ ആളാണെന്ന് എഴുതി വാങ്ങിക്കാമെങ്കിൽ ആ നിമിഷം ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാം. करीम को गिरफ्तार करने से मुझसे ज्यादा फायदा आपको होगा. मैं जानता हूं, പക്ഷേ അയാളെ കൊണ്ട് ഇത് എഴുതി മേടിക്കണം. अगर तुम ये लिखने को तैयार हो कि तुम करीम के लिए काम करते हो, मैं तुम्हें छोड़ दूंगा. No. लिख के दोगे? No. लिख के दोगे कि नहीं? No. लिखोगे कि नहीं? No. सलीम! इस आदमी से कहलवाओ कि जो कुछ हम चाहें वो हमें लिख कर देगा. अगर नहीं माने तो इसकी जुबान हमेशा के लिए बंद कर दो. जी साहब.
बोलो दस्तखत करते हो या नहीं? नहीं। बोलो। मैं किसी भी कीमत पर तुम्हें जिंदा नहीं छोड़ूंगा, समझे? मुझे दस्तखत चाहिए। अभी भी बोलो। अभी വേണ്ട, കിടന്നോളൂ. नहीं नहीं, हम बाद में बात करेंगे. अल्लाह के फजल से तुम बच गए. अब डरने की कोई बात नहीं. तुम आराम करो, मैं चलता हूँ. निम्मी, सर जब तक देवन ठीक न हो जाए तुम इसके पास रहो, समझी? जी सर. राइट. എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ബോധമില്ലാതെ റെയിൽവേ ട്രാക്കിൽ കിടന്ന നിങ്ങളെ ആരാ ആശുപത്രിയിൽ എത്തിച്ചെന്നറിയില്ല. അവിടുന്നാണ് ഇങ്ങോട്ട്. കരീം സാഹിബിന് വലിയ മതിപ്പ് തോന്നിയിട്ടുണ്ട്. ദേവൻ അറിയുന്ന കാര്യം വല്ലതും അവരോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സാധനങ്ങൾ പോർട്ടിൽ വെച്ചേ പിടിച്ചു പോയേനെ. എന്താ ആലോചിക്കുന്നത്? വീട്ടിലേക്ക് പണം അയച്ചു. അതെങ്ങനെ? ഈ കത്ത് പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി. നാട്ടിലെ വിലാസം ഇതിന് പുറത്തുണ്ട്. അകത്ത് പണത്തിന്റെ ആവശ്യം എഴുതിയിരുന്നു. കരീം സാഹിബ് തന്റെ ആളുകളുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലാണ്. ആരാ ഇത് എഴുതിയ ഉണ്ണികൃഷ്ണൻ? എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്.